തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. എന്തൊക്കെയാണോ തന്റെ അധികാരപരിധിയിൽ നടക്കുന്നത്? താനിതൊന്നും അറിയുന്നില്ലേ? അതോ അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിക്കുകയാണോ? എല്ലാം അറിയുന്നുണ്ട് സാർ. എല്ലാത്തിനും നിയമപരമായിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നുണ്ട്. നിർത്തണോ? താൻ ഇതുവരെ എന്ത് ആക്ഷൻ എടുത്തെന്നാ പറയുന്നേ? ഒരുത്തരം നട്ടപ്പാതിരായിക്ക് അടിച്ചു കൊന്ന് നടുറോട്ടിലിട്ടിരിക്കുന്നു. ആരാണ് കൊലയാളിയെന്ന് തനിക്കറിയോ? അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. ഈ പതിവ് വാചകം ഇനിയെങ്കിലും ഒന്ന് നിർത്തണോ? താൻ എന്തുവാ അവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? തന്റെ മുഖത്ത് വയ്ക്കാനുള്ള കൂളിംഗ് ഗ്ലാസ് ആണോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? എത്രാമത്തെ കൊലപാതകമാണല്ലോ നാട്ടിൽ നടക്കുന്നത്? കാറ്റാടിമലയിൽ മരണപ്പെട്ടിരിക്കുന്നത് ഒരു വിദേശ പൗരനാ. അത് എന്റെ അധികാര പരിധിയിലല്ല സാർ. ഓ പിന്നെ തന്റെ അധികാര പരിധിയിൽ നടന്ന കൊലപാതകങ്ങളെല്ലാം അങ്ങ് അന്വേഷിച്ച് കണ്ടെത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണല്ലോ താൻ. ഈ കൊലപാതകങ്ങൾക്കെല്ലാം പിന്നിൽ ആരാണെന്ന് തനിക്ക് അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഹോം മിനിസ്റ്ററാ ഞാൻ പറഞ്ഞുതരാം. ആരവ് അവനാണ് ഇതിന്റെ എല്ലാം പിന്നിൽ. ആ പ്രതി എവിടെ? എടോ, വായി മൂടിക്കെട്ടി നിൽക്കാതെ ചോദിച്ചതിന് ഉത്തരം പറ. ആരവെന്ന പ്രതി എവിടെ? ഓരോ ക്യാബിനറ്റ് മീറ്റിലും മറുപടി പറഞ്ഞും ഞാൻ മടുത്തു. ആ പ്രതി ഇതുവരെ കിട്ടിയിട്ടില്ല സാർ. ആ പ്രതിയെ കിട്ടാൻ എന്ത് ചെയ്യണം? ആരെങ്കിലും ആ പ്രതിയെ പിടിച്ച് തന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തണോ? എന്നാലേ തന്നെ അറസ്റ്റ് ചെയ്യൂ. എന്റെ സഹപ്രവർത്തകന്റെ മകൻ തന്നെ സമീപിച്ചപ്പോഴെല്ലാം താൻ അയാളെ അപമാനിച്ചു വിട്ടു. മോഴക്കുന്നിലേക്ക് പണിക്ക് പോയ 4 പേര് ആവിയായി പോയി. അവർക്കെന്താ സംഭവിച്ചത്? ഇതിനെല്ലാം താൻ സമാധാനം പറയണം. സാർ, ആ പ്രതിയെ പിടികൂടാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. നിർത്തണോ? ആ കൊലയാളിയെ പിടികൂടാൻ തന്നെ കൊണ്ട് കഴിയില്ലെങ്കിൽ തൊപ്പി സറണ്ടർ ചെയ്ത് ഇറങ്ങി പോടോ. താൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു മിനിസ്റ്ററുടെ മകനെയാണ് ആ കൊലയാളി തീർത്തു കളഞ്ഞത്. ഒരു മന്ത്രി എന്നതിലുപരി ആ പിതാവിന്റെ വികാരം തനിക്ക് മനസ്സിലാവില്ല. സാർ, താൻ ഒന്നും ഇങ്ങോട്ട് പറയണ്ട. ഞാൻ പറയുന്നത് കേട്ടാ മതി. ആ പ്രതിയുടെ ഒരു ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി അവൻ എവിടെയുണ്ടെങ്കിലും പിടികൂടണം. സാർ, പ്രതിയെ പോലീസ് സംരക്ഷിക്കുന്നു എന്ന് പരക്കെ ആക്ഷേപമുണ്ട്. ഇനി അത് കേൾക്കാൻ ഇടവരരുത്. ഈ കേസ് അന്വേഷിക്കാൻ തനിക്ക് കഴിയില്ലെങ്കിൽ ഇപ്പൊ പറയണം. ഞാൻ മറ്റൊരു ഉദ്യോഗസ്ഥനെ നിയമിക്കാം. സാർ, ഞാൻ ആ പ്രതിയെ പിടികൂടി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കും സാർ. ഐ പ്രോമിസ് യു. എനിക്ക് കുറച്ച് സമയം കൂടി തരണം. തനിക്ക് ഞാൻ ഒരാഴ്ച കൂടി സമയം തരുന്നു. അതിനകം പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ തനിക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ കേസിന്റെ അന്വേഷണ ചുമതലയിൽ താൻ ഉണ്ടാവില്ല. തനിക്ക് പോവാം. സാർ, എന്തായാലും ഞാൻ വിളിക്കാം. എന്തായി സാർ? ഇൻവെസ്റ്റിഗേഷൻ ടീം ചേഞ്ച് ആവും സാർ. അതിനുള്ള ധൈര്യം ഇവർക്കാർക്കും ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഇവരൊക്കെ ഫോണിൽ വിളിച്ച് നേരിട്ട് നമ്മളെ ഫയർ ചെയ്യുന്നതല്ലാതെ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ മാറ്റാൻ തയ്യാറല്ല. അതെന്താ സാർ? ഏത് ഓഫീസർ വന്നാലും ഈ കേസിന്റെ ഗതി ഇങ്ങനെ തന്നെയായിരിക്കും. നല്ല പ്രഷർ ഉണ്ടല്ലേ സാർ? പ്രഷർ ഇല്ലാതിരിക്കില്ലല്ലോ. മിനിസ്റ്റർ നേരിട്ട് സംസാരിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് ഒരടി പോലും പിന്നോട്ട് പോകാനാവില്ല. ആ പ്രതിയെ എവിടെ നിന്നെങ്കിലും പിടികൂടിയേ പറ്റൂ. അവനെ ഇനി എവിടെ പോയി തപ്പും? ഇനി അന്വേഷിക്കാൻ ഒരിടവും ബാക്കിയില്ലല്ലോ സാർ. അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടോ. ആരവ് ഏത് മാളത്തിൽ ഒളിച്ചിരുന്നാലും അവനെ പുകച്ച് പുറത്തു കൊണ്ടുവന്നേ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ സ്വയം ഇതിന്ന് പിന്മാറേണ്ടി വരും. സാർ, മിനിസ്റ്റർ ഒരാഴ്ചത്തെ സമയം തന്നിട്ടുണ്ട്. ഇത്രയും നാൾ ശ്രമിച്ചിട്ടും കണ്ടെത്താൻ പറ്റാത്ത പ്രതിയെ ഒരാഴ്ചക്കുള്ളിൽ എങ്ങനെ കണ്ടെത്തും സാർ? എന്തെങ്കിലും പുതിയ തന്ത്രങ്ങൾ പരീക്ഷിക്കേണ്ടി വരും.
അയ്യോ, എന്താടി? അയ്യോ, കിരണ ഒരു പ്രശ്നമുണ്ട്, വന്നേ. എന്താടി? എന്താ പ്രശ്നം? ഇവളേതെങ്കിലും ഗോസ് ഫീലിംഗ് കണ്ടിട്ട് പേടിച്ചാണ്. എടി അതൊന്നുമല്ല, ആരവനെ പറ്റിയൊരു ന്യൂസ്. ന്യൂസോ? എടാ, എന്ത് ന്യൂസാ? ദേ നോക്ക്. അയ്യോ, ദൈവമേ, ഇത് ആരവിനെ പറ്റിയാണല്ലോ. അത് നിർത്ത്, കാണണ്ട. എന്നെ പറ്റി എന്താ ന്യൂസ്? നിനക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ന്യൂസാ. പോലീസ് നാട് മുഴുവൻ നിന്റെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുക. ന്യൂസ് ചാനലെല്ലാം ബ്രേക്കിംഗ് ന്യൂസ് വരുന്നുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും നിന്റെ ഫോട്ടോയും വാർത്തയും പോലീസ് കൊടുത്തിരിക്കുക. അപ്പൊ പിടികൂടാനായി പോലീസ് വലവിരിക്കുക മാത്രമല്ല, ആ വല മുറുക്കി തുടങ്ങിയല്ലേ? നീ ടെൻഷൻ ആവാതെ. ഇത് കണ്ടിട്ടൊന്നും നീ പേടിക്കണ്ട, ഞങ്ങളില്ലേ നിന്റെ കൂടെ. ഇവന്റെ ലുക്കൌട്ട് നോട്ടീസിനേക്കാളും അപകടം പോലീസിന്റെ മറ്റൊരു തന്ത്രവാ. ഇവനെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പോലീസ് 5 ലക്ഷം രൂപ സമ്മാനമായി പ്രഖ്യാപിച്ചിരിക്കുക. അത് വലിയ അപകടമാ. 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ആരും ഇവനെ ഒറ്റ കൊടുത്തേക്കാം. പണത്തിന് വേണ്ടി നിങ്ങളാരും എന്നെ പോലീസിന് ഒറ്റുകൊടുക്കില്ലല്ലോ. നീ ഞങ്ങളെ അത്തരക്കാരായിട്ടാണോ കണ്ടിട്ടുള്ളത്? ആരവിനെ ഒരു കാരണവശാലും ഇനി പുറത്തിറക്കാനാവില്ല. ഏതെങ്കിലും ഒരു വഴിപോക്കന്റെ കണ്ണിപ്പെട്ടാ പോരെ. 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഇവൻ പിടിക്കപ്പെടും. ഇവനെ നമ്മളിനി എന്ത് ചെയ്യും? കിരൺ, ഇവനിവിടെ സുരക്ഷിതനല്ല. ഇവൻ എവിടെയാണെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇവൻ സുരക്ഷിതനായിരിക്കും. വൃന്ദേ, വാക്കുകൾ കൊണ്ട് മറികടക്കാൻ കഴിയുന്ന ഒരു പ്രതിസന്ധി അല്ല ഇത്. എന്ത് ചെയ്യണമെന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു.